വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഓവനും ബീറ്ററും ബേക്കിംഗ് സോഡയൊന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ക്യാരറ്റ് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായി നമുക്ക് വേണ്ടത് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 1/2 കപ്പ് ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതുമാണ് വേണ്ടത്. ഇത് രണ്ടും ആദ്യം തന്നെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുക. ഒരു പാനിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മളിത് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര എടുത്തേക്കുന്നത്. നല്ലോണം ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ 1/2 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഈന്തപ്പഴവും കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റും ഈന്തപ്പഴവും നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളിതൊന്ന് നന്നായി വേവിച്ച് വറ്റിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റോളം വേവിക്കേണ്ടി വരും. ഇതിൽ നമ്മൾ ഒഴിച്ച വെള്ളം ഒന്ന് പകുതിയോളം വറ്റി കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുക. അടുത്തത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. 1/2 കപ്പ് മൈദയാണ് ഇതിലേക്ക് വേണ്ടത്. ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് പട്ട പൊടിച്ചതാണ്. പട്ട പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/4 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ ഇവിടെ അത്രയും ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് 3 തവണ ഒന്ന് സീവ് ചെയ്ത് മാറ്റി വെക്കണേ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം പാടില്ല. വെള്ളമെല്ലാം നല്ലോണം തുടച്ച് കളഞ്ഞിട്ടും വേണം നമ്മൾ പഞ്ചസാര പൊടിച്ചെടുക്കാൻ. പഞ്ചസാര പൊടിച്ചത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. ഈ സെയിം ജാറിൽ തന്നെയാണ് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ പോകുന്നത്. 3 കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. ഈ മുട്ടയിലേക്ക് നമ്മളൊരു 1.5 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. 1.5 മുതൽ 2 ടീസ്പൂൺ വരെ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ചേർത്തിട്ടുള്ളൂ. മുട്ടയും വാനില എസൻസും കൂടി ഒന്ന് എടുത്തതിന് ശേഷം പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പഞ്ചസാര പൊടിച്ചത് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് ഒന്ന് നന്നായി അടിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ ഒട്ടും കുറയാൻ പാടില്ല. 1/2 കപ്പ് തന്നെ എടുക്കുക. ഇനി ഇതൊന്ന് മിക്സിയിൽ ഒറ്റ പ്രാവശ്യമേ കറക്കിയെടുക്കാൻ പാടുള്ളൂ. കൂടുതലായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കരുത്. ഇനി ഈ അടിച്ചു വെച്ചേക്കുന്ന മുട്ടയുടെ മിക്സ് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഈ മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന മൈദയുടെ ഒരു പകുതി ഭാഗമാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മൈദ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ചെയ്യുമ്പോൾ കട്ട കിട്ടിയ പോലെ വരും. അത് കുഴപ്പമില്ല. നമുക്കിതൊരു നല്ല കട്ടിയുള്ളൊരു ബാറ്ററായിട്ടാണ് ലാസ്റ്റ് കിട്ടുന്നത്. ഇനി ബാക്കിയുള്ള മൈദയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ നമ്മുടെ ബാറ്റർ കിട്ടും. കുഴപ്പമൊന്നുമില്ല. നല്ല കട്ടിയുള്ള ബാറ്ററാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. വളരെ ലൂസായിട്ടുള്ളൊരു ബാറ്ററല്ല. നല്ല കട്ടിയുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റിൻ്റെയും ഡേറ്റ്സിൻ്റെയും മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ മിക്സ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ബാറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ മിക്സ് ഇട്ടതിന് ശേഷം കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ക്യാരമൽ കളറാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ നമുക്കിത് സെയിൽ ചെയ്യാൻ വേണ്ടിയുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ ക്യാരമൽ കളർ ആഡ് ചെയ്താൽ മതി. ഇല്ലെന്നാണെങ്കിൽ നേരിട്ട് ബേക്ക് ചെയ്യാം. ഞാനിതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ ക്യാരമൽ കളറാണ്. അത്യാവശ്യം നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്. ഈ ഒരു കളറിലേക്ക് നമുക്കിത് ചേഞ്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത് 2 6 ഇഞ്ചിൻ്റെ പാനിലായിട്ടാണ്. ഒന്ന് മെഷർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു 450 ഗ്രാമോളം ഒരു പാനിൽ ഒഴിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് 2 ടൈപ്പിലാണ് ഇവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒന്ന് സ്റ്റൗ ടോപ്പിലും ഒന്ന് നമ്മൾ ഓവനിലുമാണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കാഷ്നട്ടൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ബാറ്റർ തയ്യാറാക്കുന്ന ടൈമിൽ തന്നെ സ്റ്റൗ ടോപ്പിലും ഓവനും നമ്മൾ 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മളിപ്പോൾ കേക്ക് ഇറക്കി വെക്കുന്നത്. പിന്നെ സ്റ്റൗ ടോപ്പിൽ വെക്കുന്നതിൽ നല്ല കട്ടിയുള്ളൊരു കല്ലോ പാത്രമോ എന്തെങ്കിലും എടുത്ത് വെക്കണം. ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിൽ 170 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റോളമാണ് ബേക്ക് ചെയ്തേക്കുന്നത്. സ്റ്റൗ ടോപ്പിൽ വെച്ചത് ഒരു 45 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു 10 മിനിറ്റും കൂടി വെച്ചതിന് ശേഷമാണ് ആയത്. ടോട്ടൽ ഒരു 55 മിനിറ്റോളം നമുക്ക് കേക്ക് ബേക്കായി കിട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ 2 കേക്കും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചത്. സ്റ്റൗ ടോപ്പിൽ വെച്ചതാണ് ഒന്നും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ സെയിൽ ചെയ്യുന്നത് ഈ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.